കൊച്ചിയിൽ പോപ്പുലർ ഫിനാൻസിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED നടപടി ശരിവെച്ചു കോടതി. ഇരകളായവർക്ക് പണം തിരികെ നൽകാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് എറണാകുളത്തെ PMLA കോടതി ഉത്തരവിട്ടു. 2020 എടുത്ത കേസിന്റെ ഭാഗമായി 65.07 കോടിയുടെ സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. വിവരങ്ങളുമായി മിഥുൻ ചേർന്നു. മിഥുൻ, ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. പോപ്പുലർ ഫിനാൻസിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED നടപടി ശരിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇരകളായവർക്ക് പണം തിരികെ നൽകണമെന്നും പറയുന്നു. അതിനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കണമെന്നുമാണ് കോടതി പറയുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അമൽ, ഈ പോപ്പുലർ ഫിനാൻസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട ഈ നിക്ഷേപ തട്ടിപ്പിന് ഇരയായവർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സ്വത്തുക്കൾ, പോപ്പുലർ ഫിനാൻസിൻ്റെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഈ ഇരകളായപ്പെട്ടവർക്ക്, നിക്ഷേപ തട്ടിപ്പിന് ഇരയായവർക്ക് തിരികെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളോട് സംസ്ഥാന സർക്കാർ EDയുമായി സഹകരിച്ചിരുന്നു. ഇതിന് കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ ആവശ്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഉത്തരവ് ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. 65.07 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ ED കണ്ടുകെട്ടിയിരുന്നത്. അവയാണ് ഇപ്പോൾ ഇനി താമസം വിന ഇത്തരത്തിൽ ഇരകളായപ്പെട്ടവർക്ക് നൽകാൻ സാധിക്കുക. ഏതാണ്ട് 3000 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഈ ഘട്ടത്തിൽ നടന്നിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ പുറത്തു വന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കൊറോണ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി പോപ്പുലർ ഫിനാൻസിലുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതും പിന്നീട് 2020 കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇത്തരത്തിലുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. ഇവരെയൊക്കെ ഉടമകളെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങിയിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഈ സ്വത്തുക്കൾ ഇരകളായവർക്ക് പിടിച്ചെടുത്ത സ്വത്തുക്കൾ വീതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് നീങ്ങാൻ ED തയ്യാറായത്. ED സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കമ്മിറ്റിക്ക് ഇത് സ്വത്തുക്കൾ കൈമാറി അത് തിരികെ നൽകുന്നതുമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു നടപടിക്രമം. ഏതായാലും ഇപ്പോൾ കോടതി ഉത്തരവായ സ്ഥിതിക്ക് ഇതിനുമായിട്ടുള്ള ഈ ഇരകളായപ്പെട്ടവർക്ക് ഏറെ ആശ്വാസം നൽകിക്കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി തെളിഞ്ഞിരിക്കുകയാണ്. അമൽ. യെസ്.